ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് CG ഉമേഷ് രാവിലെ മുതൽ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. തിരുവോണത്തോണി എത്തിച്ചത് 5 മണിക്കാണ് തോന്നുന്നല്ലേ. CG ഉമേഷ്, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും തിരുവോണ ആശംസകൾ. അവിടുത്തെ വിശേഷം പറയൂ. ഒരുപാട് വിശദമായി പറയേണ്ട വിശക്കുന്നുണ്ട്. എന്തായാലും സദ്യയുണ്ട്, തിരുവോണത്തോണിയുണ്ട്, സമൃദ്ധമായ കാഴ്ചകൾക്ക് നടുവിലാണ് ഉമേഷ് നിൽക്കുന്നത്. ആ നിറഞ്ഞ ചിരിയിലുമുണ്ട് ആ ഐശ്വര്യവും സന്തോഷവും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എനിക്ക് പിന്നിൽ കാണുന്ന താളമാണ് ഈ ആഘോഷമാണ് ഓണത്തിന് കേരളത്തിന് ആറന്മുള നൽകിയിരിക്കുന്നത്. നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഒക്കെ താളം ഈ വഞ്ചിപ്പാട്ടാണ്. ആറന്മുളയെ സംബന്ധിച്ച്, ആറന്മുളയുടെ 52 പള്ളിയോടക്കരകളെ സംബന്ധിച്ച് ഈ പള്ളിയോടവും ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ എല്ലാ ഓണാഘോഷവും. ഇന്ന് എല്ലാവരും കേരളത്തിലെ മറ്റിടങ്ങളിലൊക്കെ എല്ലാവരും സ്വന്തം വീട്ടിൽ സദ്യയൊക്കെ തയ്യാറാക്കി ബന്ധുക്കളൊക്കെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആറന്മുളയും അതിൻ്റെ 52 പള്ളിയോടക്കരകളും ഒക്കെ ഇങ്ങ് ഓടിയെത്തുന്നത് തിരുവാറന്മുളയപ്പന് മുമ്പിലേക്കാണ്. ഇവിടെ എത്തി ഒന്ന് പള്ളിയോടം കണ്ട് തിരുവോണ വിഭവങ്ങളുമായി എത്തുന്ന തിരുവോണത്തോണി ഒന്ന് കാണുക, അത് കണ്ട് തിരുവാറന്മുളയപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങി മടങ്ങുക എന്നുള്ളതാണ് ഈ 52 പള്ളിയോടക്കരകളുടെയും ഒക്കെ ഒരു ജീവിത ശൈലി. ആറന്മുളയുടെ ഒരു ഓണശൈലി അങ്ങനെയാണ്. 52 പള്ളിയോടക്കരകൾ എന്ന് പറയുമ്പോൾ അത് ആറന്മുളയ്ക്ക് ചുറ്റും മാത്രമല്ല, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി അങ്ങനെ പറന്ന് വിശാലമായി കിടക്കുന്ന ഒരു മേഖലയാണ്. 2 ജില്ലകളിലായി അങ്ങനെ പടർന്നു കിടക്കുന്ന വലിയൊരു മേഖല മുഴുവൻ ഓണം ആഘോഷിക്കുന്നത് അവരുടെ ഓണത്തിന്റെ എല്ലാ രീതിയും ആറന്മുളയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തോണി പുലർച്ചെ 5:00 ആറന്മുള ക്ഷേത്രത്തിൽ എത്തി. തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ ആറന്മുളയപ്പന് സമർപ്പിച്ച് കാട്ടൂർ കരക്കാരൊക്കെ ഇനി കാത്തിരിക്കുകയാണ്. ഒപ്പം ക്ഷേത്രത്തിന്റെ കടവിലൊക്കെ തിരുവോണത്തോണി വരാനായി കാത്തിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ദർശനം നടത്തി മടങ്ങാനായി. ഒപ്പം ഓണസദ്യ ഈ തിരുവാറന്മുളയപ്പന്റെ മണ്ണിൽ നിന്ന് ഓണസദ്യ കഴിക്കാനായി ഒക്കെ അതിനുള്ള തിരക്കും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എനിക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നിൽ കേൾക്കുന്ന ഈ വഞ്ചിപ്പാട്ട്, ഈ വള്ളപ്പാട്ടാണ് ആറന്മുളയുടെ ഒരു താളം. ഈ തിരുവോണമല്ല ശരിക്കും ആറന്മുളയെ സംബന്ധിച്ച് ഓണം. ഇനി ഉത്രട്ടാതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഉത്രട്ടാതിയാണ് ആറന്മുളയെ സംബന്ധിച്ച് അവരുടെ ഓണവും പൂരവും ഒക്കെ. ആറന്മുളയ്ക്ക് ഉത്രട്ടാതിയാണ്, ഉത്രട്ടാതിയുടെ ജലമേളയാണ് അവരുടെ എല്ലാമായ ആഘോഷം. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. എന്നാൽ ആചാരപരമായി ഏറെ പ്രാധാന്യമുള്ള തിരുവോണത്തോണിയുടെ വരവും തിരുവോണത്തോണിക്കുള്ള സ്വീകരണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കരകളായി ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തിയ പള്ളിയോടങ്ങളുണ്ട്. ആ പള്ളിയോടങ്ങളിലെ കരക്കാരാണ് ഇപ്പോൾ തിരുവാറന്മുളയ്ക്ക് മുമ്പിൽ കൊടിമരച്ചൂട്ടിലെത്തി ഇപ്പോൾ പാട്ടുപാടി, വഞ്ചിപ്പാട്ടുപാടി സർവ്വവും ഭഗവാന് സമർപ്പിച്ച ആ മടങ്ങാനുള്ള കരകളിലേക്ക് മടങ്ങാനുള്ള ആ തയ്യാറെടുപ്പുകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്.